പാവയ്ക്കത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്കയുടെ അരിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 പച്ചമുളകും ഒരു സവാളയും കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച ശേഷം ഇങ്ങനെ തന്നെ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ തുറന്ന് വെച്ച് തന്നെ 2-3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം.